ചക്കയുടെ കാലമായാൽ ചക്കക്കുരു തോരൻ വെച്ചും കറി വെച്ചൊക്കെ കഴിച്ച് നമുക്ക് മടുത്തിട്ടുണ്ടാവും അല്ലേ. നമുക്ക് ചക്കക്കുരു കൊണ്ട് 4 മണിക്ക് കട്ടൻ ചായക്ക് കൂട്ടാൻ പറ്റിയ ഒരു നല്ല പലഹാരം ഉണ്ടാക്കി നോക്കിയാലോ. ഒരു ഫ്രൈ ചെയ്ത് നോക്കാം ചക്കക്കുരു. അപ്പോൾ അതിന് ആദ്യം തന്നെ കുറച്ച് വെള്ളം ഉപ്പിട്ട് തിളപ്പിക്കാൻ വെച്ച് അതിലേക്ക് ചക്കക്കുരു കുറച്ച് തിന്നായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ട് അതിട്ട് ഒന്ന് ഹാഫ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് നല്ലപോലെ വെന്ത് പോരുത്, ഹാഫായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ കോൺഫ്ലോർ പൗഡറും കുറച്ച് എൻ്റെ കയ്യിലുള്ള വെളുത്ത എള്ളും കൂടെ ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് അതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ, സൺഫ്ലവർ ഓയിലാണ് കുറച്ചും കൂടി എനിക്ക് ടേസ്റ്റ് തോന്നിയത്. അപ്പോൾ സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഓയിൽ ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഹാഫായിട്ട് കുക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഇത് ഫ്രൈ ആയിട്ട് വരും കേട്ടോ. കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പെട്ടെന്ന് തന്നെ നല്ല മുരിഞ്ഞ് ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുറച്ചൊന്ന് ഒട്ടിപ്പിടിച്ചൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ അല്ലെങ്കിൽ വിട്ടുപോരും. നമുക്കിതൊന്ന് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റൊക്കെ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നല്ല മുരിഞ്ഞ് ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ പകുതി വേവ് ആദ്യം ഉപയോഗിച്ചത് കൊണ്ടാണ് അങ്ങനെ ക്രിസ്പി ആയിട്ട് കിട്ടുന്നത് പെട്ടെന്ന്. പിന്നെ നല്ല കാണാനൊക്കെ നല്ല കളറുണ്ട്, നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ കഴിക്കുമ്പോഴും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് പൊരിച്ചെടുക്കുന്നതിൽ ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് കോരി മാറ്റി ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ സോസും മയോണൈസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സോസ് കൂട്ടിയൊക്കെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ മക്കൾ 4 മണിക്കലത്തെ പലഹാരമായിട്ടൊക്കെ നല്ലോണം കഴിച്ചോളും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല നമ്മൾ കോൺഫ്ലോറൊക്കെ കൂട്ടി കുഴച്ചെടുത്തുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഞെരിഞ്ഞ് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ഒരു സ്നാക്സ് തന്നെയാണ് കേട്ടോ. പലഹാരം ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ല ടേസ്റ്റ് ഉള്ളൊരു പലഹാരമാണ്. ഒരിക്കലും ഉണ്ടാക്കി നോക്കുക, നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും കേട്ടോ.